ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ അങ്ങോട്ട് കയറി വരിക. അനി വരുന്നത് കണ്ടതും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുക. ഈശ്വര, അനി കൃത്യസമയത്താണല്ലോ എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ആദർശ് അമ്മ ഇവിടെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി നന്ദുവിനെയും ചേർത്ത് പിടിച്ച് അങ്ങോട്ട് വരിക. അത് കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. ഈശ്വര, കൃത്യസമയം ദേ അമ്മയും വരുന്നു. അല്ല, അനിയെന്താ ഇവിടെ? അനിയെന്താ ഒന്നും പറയാതെ വന്നത് എന്നും നയനയുടെ ചോദ്യം കേട്ടാനി. അത് പിന്നെ ഏട്ടത്തി, ഇന്ന് നന്ദു പോവുമല്ലേ, അതുകൊണ്ട് നന്ദുവിനെ ഒന്ന് കാണാമെന്ന് കരുതി. അത് കേട്ടതും നമ്മുടെ നയന, മോനെ അത് വേണ്ടാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും നീ ഇങ്ങോട്ട് വരുന്നത്? ഈ സമയം നമ്മുടെ അനി ദേവയാനോട് ചോദിക്കുക, അല്ല വല്യമ്മ, വല്യമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? വണ്ടി കണ്ടതുകൊണ്ട് ഞാനൊന്ന് കയറി നോക്കിയതാ. അല്ല വല്യമ്മ എന്താ ഇവിടെ? ഞാനൊന്ന് ഇവിടെ ഉപദേശിക്കാനായിട്ട് വന്നതാ. നിന്നോട് ഉപദേശിച്ചാൽ നീ കേൾക്കില്ലല്ലോ, അതുകൊണ്ട് ഇവളെ ഉപദേശിക്കാമെന്ന് കരുതി അങ്ങനെ വന്നതാ എന്ന് പറയുക. അത് കേട്ടതും നമ്മുടെ അനിയൊന്ന് വിശ്വസിക്കാതെ ദേവയാനിയൊന്ന് നെടങ്ങണിട്ട് നോക്കുക. ഈ സമയം പിന്നെ അത് മാത്രമല്ല, വീട്ടിലൊരുത്തനുണ്ട് ആദർശ്. ഇവള് പോകുന്നതിൻ്റെ പേരിൽ അവന് ഉറക്കമില്ല. അത് ഞാൻ കാണുന്നുമുണ്ട് 2 ദിവസമായിട്ട്. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇവളെയും പറഞ്ഞു തിരുത്തി കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിക്കാമെന്ന് കരുതി വന്നതാ. പിന്നെ നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ല അനി, പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും വലിഞ്ഞേറി ഇങ്ങോട്ട് വരുന്നേ? ഞാൻ എന്തിനാ വലിയമ്മ ഇങ്ങോട്ട് വരാതിരിക്കുന്നേ? ഇതെൻ്റെ 2 ഏട്ടത്തിമാരുടെ വീടാ, ഇവിടേക്ക് വരണ്ടെന്ന് പറയാൻ എന്തധികാരം ഉള്ളത്? അതും എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾക്ക്. എൻ്റെ അനി, നിനക്കിങ്ങോട്ട് വരാതിരിക്കാൻ ഒരധികാരവും ഇല്ലയെന്ന് ആരും പറയുന്നില്ല. പക്ഷേ എന്തൊക്കെയായാലും നീ ഇവിടെ വരുന്നത് ശരിയല്ല മോനെ. നീ ഇവിടെ വന്നാൽ ഇവിടെ നിന്നെ പലരും കുറ്റപ്പെടുത്തും. ഇവിടെ മാത്രമല്ല, അവിടെയും ഒരു കുടുംബകലഹം ഉണ്ടാക്കാൻ കാത്തിരിക്കും അനാമിക. അറിയാലോ, നീ ഇവിടേക്ക് വന്നു എന്നറിഞ്ഞാൽ അവൾ തുടങ്ങും. പിന്നെ അതെല്ലാവരും അറിയും. അങ്ങനെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ നിന്നോട് പറയണ്ടല്ലോ മോനെ. അതുകൊണ്ടാണ് മോനെ ഉപദേശിക്കുന്നത്. മോനെ അനി, എന്തായാലും നിന്റെ വിവാഹം കഴിഞ്ഞതാ. നീ അതുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. മറ്റൊരു പെണ്ണുമായിട്ട് നീ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും നീ സന്തോഷമായിട്ട് ജീവിക്കണം മോനെ. അതിന് നീ അനാമികയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. അതല്ലാതെ മറ്റൊരു വഴിയില്ല. എനിക്ക് പറ്റില്ല വല്യമ്മേ, അവളോടൊപ്പം ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല എന്ന് ഞാൻ വല്യമ്മയോട് അന്നേ പറഞ്ഞതല്ലേ. എനിക്കതിന് തീരെ താല്പര്യമില്ല. അവൾക്ക് ഞാൻ ഭർത്താവല്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അവൾക്ക് വേണ്ടി ജീവിക്കുന്നേ? എനിക്കത് കഴിയില്ല. അപ്പോൾ നമ്മുടെ ഗോവിന്ദ്, മോനെ നീ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ മോനിങ്ങനെ വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പലരും പലതും പറയും. മനുഷ്യൻ്റെ വാക്ക, എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാമെന്നുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് മോൻ ചെയ്യുന്നത് ശരിയല്ല. മോൻ ഇവിടെ വരുന്നതിൽ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ നന്ദുമോളെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ളപ്പോൾ മോനിങ്ങനെ വലിഞ്ഞു കയറി വരുന്നത് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കേട്ടോടാനി, ഈ പറയുന്നത് കേട്ടിട്ട് പോലും നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നീ വീടിൻ്റെ പടി ചവിട്ടാൻ പാടില്ല. നീ എന്തൊക്കെയായാലും നന്ദുവിനെ പറഞ്ഞ് തിരുത്താമെന്ന് കരുതിയാണ് ഞാനിങ്ങ് വന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇവളെ പറഞ്ഞ് തിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നീയാണ് അടങ്ങാത്തതെന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേ നിന്റെ സ്വഭാവം മാറ്റിയാലേ കാര്യങ്ങളുടെ ഇത് മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ വല്യമ്മേ. എനിക്കങ്ങനെ ഇവളെ വിട്ടു പോകാൻ പറ്റില്ല എന്നല്ല, ഇവളെൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് വേണ്ടി ഇവളെ മറക്കാനൊന്നും എനിക്ക് കഴിയില്ല. എൻ്റെ ഭാര്യ എന്നും പറഞ്ഞ ഒരുത്തിക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ശരി, ഇപ്പം നീ നന്ദുവിനെ കണ്ടില്ലേ, ഇനി പോകാൻ നോക്ക്. ഇല്ല വല്യമ്മേ, ഞാനിവളെ യാത്രയാക്കിയിട്ട് പോവാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിന്നോട് പോകാനാ പറഞ്ഞത്. നിന്റെ കരണത്തൊരടി കിട്ടിയിട്ടും നിനക്ക് മതിയായില്ല അനി എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ഇട്ട് കുറേ വഴക്ക് പറയാനിയെ. ഈ സമയമാണെങ്കിൽ അനിക്ക് നല്ല സങ്കടം വരിക. എടാ നിന്നോടാ പറഞ്ഞത് പോകാൻ. അപ്പം അനി സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവുക. അനി പോയി കഴിഞ്ഞതും ഈശ്വര, എന്തൊരു കഷ്ടമായത്. എത്ര പറഞ്ഞിട്ടും ഇവൻ കേൾക്കുന്നില്ലല്ലോ മോളെ. എനിക്കാണെങ്കിൽ പേടി തോന്നുക ഇവൻ്റെ പോക്ക് കണ്ടിട്ട്. എനിക്കും അങ്ങനെ തന്നെ തോന്നുക. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ. അനാമികയെ മാറ്റി നിർത്തിയിട്ടാ അനി നന്ദുവിനെ കാണാൻ ഓടി ഓടി വരുന്നത്. ഇപ്പം തന്നെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ ധൈര്യമായിട്ട് കയറി വന്നില്ലേ. അങ്ങനെയുള്ളപ്പോൾ അവനെ നമ്മൾ പേടിക്കണം. ആ പേടി ഒരിക്കലും നമ്മൾ മാറ്റി വെക്കരുത്. ആ പേടി നമ്മൾ ഭയക്കേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അനി നേരെ കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെന്ന് ആകെ സങ്കടപ്പെട്ട് അനി ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ. ഞാൻ ചെന്നപ്പോൾ വലിയമ്മ അവിടെ നിൽക്കുന്നു. വലിയമ്മയോ?
അതേടാ എടാ നിങ്ങൾക്കുള്ള സംശയം എനിക്കും ഉണ്ട്. വലിയമ്മ എന്തിനാ അങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ വലിയമ്മ അതിൻ്റെ കാരണം പറഞ്ഞു. നന്ദുവിനെ ഉപദേശിക്കാൻ വേണ്ടി പോയതാന്ന്. പക്ഷെ എനിക്കതങ്ങ് വിശ്വാസമായിട്ടില്ല. കാരണം വലിയമ്മ എന്തിനാ വെറുതെ നന്ദുവിനെ ഉപദേശിക്കാൻ അങ്ങോട്ട് പോകുന്നേ? എടാ ഒരു കാര്യം ചെയ്, നീയൊക്കെ നിങ്ങൾ വിളിച്ച അവൾ ഉറപ്പായിട്ടും വരും. ദേ അനി കളിക്കല്ലേ, ഞങ്ങൾ വിളിച്ച അവൾ വരുമൊന്നുമില്ല. അവളുടെ വീട്ടുകാർ വിടത്തുമില്ല. എടാ എത്രയായാലും നിങ്ങളുടെ കൂടെ കറങ്ങിടന്നവളല്ലേ അവള്. അങ്ങനെയുള്ളപ്പോൾ അവളെ നിങ്ങൾ വിളിച്ച അവൾ ഉറപ്പായിട്ടും വരുവടാ. നിങ്ങൾ അവളെ എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാന്ന് പറ. അങ്ങനെ പറയുമ്പോൾ അവൾ ഉറപ്പായിട്ടും വരും. അത് കേട്ടതും ഈശ്വര, അവളുടെ വീട്ടുകാർ വിടുമെന്ന് തോന്നുന്നില്ല. നീ എടാ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യടാ. അവളെ ഒന്ന് കാണാനോ അവളോടൊന്ന് സംസാരിക്കാനോ കഴിയാത്തതിൻ്റെ ഭ്രാന്ത് പിടിച്ചിരിക്കുമോ ഞാൻ. ചിലപ്പോൾ എനിക്ക് സഹി കെട്ടാൻ ഞാൻ വല്ല ആത്മഹത്യം ചെയ്യും. അത്രയ്ക്ക് സങ്കടമുണ്ട് എൻ്റെ മനസ്സിൽ. എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒന്നെന്നെ ഹെൽപ്പ് ചെയ്യടാ. എനിക്ക് അവളെ കാണണം. അവൾ പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ കണ്ടേ മതിയാകും എന്നും പറഞ്ഞ് അനി വാശി പിടിക്കുക. എടാ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ, ഞങ്ങൾ ശ്രമിക്കാം. ഇനി ശ്രമിച്ചിട്ടും നടന്നില്ലെങ്കിൽ നീ ഞങ്ങളോട് ദേഷ്യപ്പെടരുത്. ഇല്ല നീ നിങ്ങൾ ചെല്ലടാ എന്നും പറയാം. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ്. എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ നന്ദുവിനോട് മോളെ അറിയാലോ, ഉപദേശിച്ചതൊക്കെ മോള് നന്നായിട്ട് ഓർക്കണം. എല്ലാം മറന്ന് മോളിങ്ങനെ ഇതായിട്ട് നടക്കരുത് കേട്ടല്ലോ. അനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങ് മറന്നോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലിട്ടുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് SI ആയിട്ട് തിരിച്ചു വരണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ ജീവിതവും മോളുടെ സന്തോഷം നിറഞ്ഞതായിരിക്കണം. അനി മനസ്സിലിട്ടുകൊണ്ട് ഉറപ്പായിട്ടും അവരുടെ കുടുംബജീവിതവും തകർത്ത് മോളുടെ സമാധാനവും കളഞ്ഞ് മോള് ഇങ്ങനെ വിഷമിച്ച് ജീവിക്കരുത്. അത് കാണാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് മോളെ പറയുന്നത്. എന്തൊക്കെയായാലും അനിയുടെ ജീവിതം തകരുന്നത് കാണാൻ പറ്റില്ല ഞങ്ങൾക്ക്. അവൻ സന്തോഷത്തോടെ ജീവിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പോകും മോളെ. മോളോട് ഉപദേശിക്കുന്നത് തന്നെ നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് മോളോട് ഉപദേശിക്കുന്നേ. മോള് പറഞ്ഞാൽ കേൾക്കുമെന്നറിയാം കേട്ടല്ലോ. ഇനി അനിയുടെ ഒരു കാര്യത്തിലും മോൾ ഇടപെടരുത്, മനസ്സിലായോ? മോളെല്ലാം മനസ്സിലാക്കി വേണം ജീവിക്കാൻ കേട്ടല്ലോ മോളെ. മോളിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. എന്നും സങ്കടപ്പെട്ട് ജീവിക്കരുത്. SI ആയി വന്നതിന് ശേഷം മോളുടെ ജീവിതം മാറി മറിയും. അനിയുടെ കാര്യം ഓർത്ത് മോള് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുക. ഈ സമയം കനക ഭയങ്കര കരച്ചില്ല. അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ കനക നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുക. എൻ്റെ പൊന്നുമോളെ പോയി നല്ലൊരു SI ഓഫീസറായിട്ട് മോള് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്തേക്ക് വന്നു. പോയിട്ട് വരട്ടെ, പോയിട്ട് വാ മോളെ, എൻ്റെ പൊന്നുമോള് പോയിട്ട് വാ. ഈ സമയം നയനയും നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുക. അപ്പോഴേക്കും നവ്യയുടെ അടുത്ത് നിന്നിട്ട് കുഞ്ഞാവ ജനിക്കുമ്പോൾ എന്നെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരണേ ചേച്ചി. അത് പിന്നെ കാണിക്കാതിരിക്കും മോളെ, നിന്നെ ആയിരിക്കും ആദ്യം കാണിച്ചു തരുന്നത്, എന്താ പോരെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യയും കരയുക. ഈ സമയം ദേവയാനിയുടെ അടുത്ത് എന്നാൽ പോയിട്ട് വരട്ടെ അമ്മേ. പോയിട്ട് വരട്ടെ എന്ന് പറയണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ മോളെ റെയിൽവേ സ്റ്റേഷനിലാക്കാം, എന്താ പോരെ? എന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുക. ഈ സമയം കൂട്ടുകാരന്മാർ രണ്ടുപേരും കയറി വരിക. ആഹാ കൃത്യസമയത്ത് എത്തിയല്ലോ. നന്ദൂട്ടൻ പോവുകടാ. നന്ദൂട്ടനോട് യാത്ര പറയാൻ വന്നാണോ? ആ ഞങ്ങൾ യാത്ര പറയാൻ മാത്രമല്ല, ഇവളെ റെയിൽവേ സ്റ്റേഷനിലാക്കാനും കൂടിയാണ് വന്നത്. അതെന്തിനാ? ഞങ്ങൾ വിട്ടോളാം എന്നും നയന. അത് കേട്ടതും അത് പിന്നെ ഈ കുടുംബക്കാർ ഒരു യാത്ര പോകുമ്പോൾ യാത്രയാക്കുന്നതേ സെൻഡിയാവുമെന്ന് ഇവളിന്നലെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വരണമെന്നും പറഞ്ഞു, അതുകൊണ്ട് വന്നതാ എന്നും പറയാണ്. അത് കേട്ടതും നമ്മുടെ നയനയും ദേവയാനയും ചോദിക്കുക, സത്യമാണോ മോളെ അങ്ങനെ വരാൻ പറഞ്ഞോ? ആ ഞാൻ വരാൻ പറഞ്ഞായിരുന്നു അമ്മേ. കാരണം നയനേച്ചിയും അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ എനിക്ക് വിട്ടുപോകുമ്പോൾ സങ്കടം കൂടും. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് വരാൻ പറഞ്ഞത്. ഇവരാകുമ്പോൾ കൂട്ടുകാരന്മാരല്ലേ, അതുകൊണ്ട് അത്ര വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ലെങ്കിലും എനിക്ക് കരയാതെ പോകാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് അമ്മേ ഞാൻ വരാൻ പറഞ്ഞേ. ആ എന്നാൽ പിന്നെ അതായിരിക്കും നല്ലത്. ഒരു കാര്യം ചെയ്യട രാകേഷേ, നിങ്ങൾ കൊണ്ടുപോയി ഇവരാക്കിട്ടോ. അല്ല നിങ്ങൾ വരുമ്പോൾ അനിയെ കണ്ടായിരുന്നോ? അനിയെ ഞങ്ങൾ കണ്ടില്ലല്ലോ ചേച്ചി. അല്ല അനി ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. അനി ഇവിടെ വന്നായിരുന്നോ? അത് ഞങ്ങൾക്കറിയില്ല ചേച്ചി എന്നും കൂട്ടുകാരന്മാർ. ആ അവന് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യാനാ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവൻ്റെ പിന്നാലെ ഞങ്ങളുണ്ടായിട്ടും അവനതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ പിന്നെ സമയമാവുന്നു, ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. ശരി നിങ്ങൾ പോയിട്ട് വാ. അങ്ങനെ നന്ദു എല്ലാവരോടും ടാറ്റ പറഞ്ഞ് അവിടെ നിന്നും പോവുക. നന്ദുവും കൂട്ടുകാരും പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയന ദേവയാനോട് അമ്മേ എനിക്ക് നല്ല പേടിയുണ്ട്, ഇപ്പം തന്നെ അനി വന്നത് കണ്ടോ, ആകെ ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ ഗോവിന്ദ് അതെ ഞാൻ അവരോടൊപ്പം മോളെ വിടില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ അല്ലെങ്കിൽ തന്നെ ആദർശമോന് ഭയങ്കര സംശയമാണ്. ഇനി അതിൻ്റെ പേരിൽ വേറെ സംശയവും കൂടി ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് പോകണ്ടെന്ന് പറഞ്ഞത്. അത് ശരിയമ്മേ, എനിക്ക് നല്ല ടെൻഷനുണ്ട്.
ആദർശേട്ടനെ അറിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അനി അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അമ്മേ എനിക്കെന്താ പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യോത്സ്യം പറഞ്ഞായിരുന്നു നന്ദു പോലീസ് യൂണിഫോം ഇടുമെന്ന്. അദ്ദേഹം പറഞ്ഞ അച്ചിട്ട് അതുപോലെ ഫലിക്കുന്ന കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ ജ്യോത്സ്യൻ മറ്റൊരു കാര്യവും പറഞ്ഞു. എന്താ മോളെ അത്? ജ്യോത്സ്യൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദു ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ തന്നെ ഇഷ്ടം പോലെ ചെറുപ്പ ആൺപിള്ളേരുടെ ഒപ്പമാണ് അവളുടെ കൂട്ടെങ്കിലും ഒരിക്കലും അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് അനിയെ മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടമ്മേ. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അനിയും നന്ദു ഒന്നാകുമെന്നുള്ളൊരു പേടി. ഈശ്വര, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പിന്നെ സമാധാനം ഉണ്ടാവും മോളെ. അത് തന്നെയാണ് എൻ്റെയും പേടി. അമ്മേ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം നന്ദുവും അനിയും ഒന്നായ അനാമികയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അത് മാത്രമല്ല, അനന്തപുരി തറവാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതെ, ആദ്യമേ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുക. ഈ സമയം കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ നന്ദുവിനെ അനിയുടെ മുൻപിൽ കൊണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ അനിയെ കണ്ടത് നന്ദു, ഇതെന്താടാ? എന്താ നിൻ്റെ ഉദ്ദേശം? നീ എന്തിനാ നീ വീട്ടിലേക്ക് വന്നേ? ഞാൻ വീട്ടിലേക്ക് വന്നോണ്ട് വലിയമ്മയെ കാണാൻ പറ്റിയല്ലോ. അല്ല, വലിയമ്മ എന്തിനാ ഇവിടെ വന്നത്? അത് നിന്നോട് അമ്മ പറഞ്ഞല്ലോ എന്തിനാ വന്നേന്ന്. എന്താ കാര്യമൊന്നും പറഞ്ഞല്ലോ. നിന്നെ കാണരുതെന്നും നിന്നോട് സംസാരിക്കരുതെന്നും നിന്നോട് സംസാരിച്ച് നിന്റെ മനസ്സ് മാറ്റരുതെന്നും പറയാൻ, നിന്റെയും അനാമികയുടെയും ജീവിതം തകർക്കരുതെന്ന് പറയാൻ. അതിനു വേണ്ടിയാ നിന്റെ വലിയമ്മ ഇന്ന് അങ്ങോട്ട് വന്നത്. ഓഹോ, നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി വന്നതാണല്ലേ? അപ്പോൾ അവരൊക്കെ പറയുന്നത് നീ കേട്ടു അല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകുന്നു നന്ദു? എൻ്റെ അനിയൻ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീ ഇപ്പോൾ കുറച്ച് ഓവറാവുന്നുണ്ട്. എടാ, നിനക്കൊരു കുടുംബം ഇല്ലേ? നിന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് അനാമിക. അങ്ങനെയുള്ളപ്പോൾ നീ അവളെ തട്ടിത്തെറിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്നത് ശരിയല്ല. നീ അതിൽ എല്ലാവരും എന്നെ ഉപദേശിക്കുന്നതിലും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു തെറ്റ് ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നത് നീയാ. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ കേട്ട് എനിക്ക് മടുത്തു. ഇന്നലെ രാത്രി നിന്റെ മെസ്സേജ് വരുമ്പോൾ ചേച്ചി എന്തോ സങ്കടം കൊണ്ട് എഴുന്നേറ്റ് പോയിരുന്നു. ആ സമയത്താണ് നീ മെസ്സേജ് അയച്ചത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അങ്ങനെ രാവിലെ ആയപ്പോൾ ചേച്ചി അത് കാണുകയും ചെയ്തു. ഓ, ചേച്ചി കണ്ടല്ലോ. ഏട്ടത്തി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തായാലും ഞാനും നീ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഏട്ടത്തിയെങ്കിലും ആഗ്രഹിക്കട്ടെ. അത് ഈ ജന്മത്ത് നടക്കില്ല. നീ അനാമിക നിന്റെ ഭാര്യയായിട്ടിരിക്കുന്നിടത്തോളം കാലം ഉറപ്പായിട്ടും എന്നെ സ്വന്തമാക്കാൻ നിനക്ക് കഴിയില്ല. എൻ്റെ നന്ദു, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. അവൾ എൻ്റെ ഭാര്യയോ ഞാൻ അവളുടെ ഭർത്താവോ അല്ല. അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. അത് നിനക്ക് നന്നായിട്ട് അറിയാം. അവൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. അനി, എനിക്ക് പോകാൻ സമയം, എനിക്ക് പോകണം. നിന്റെ ട്രെയിൻ 3/4 മണിക്കൂർ ലേറ്റാ. അതുകൊണ്ട് തന്നെ 1.25 മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടി വിടാം. ഇല്ല നീ, ഞാൻ പോവുക. പറ്റില്ല. ഞാൻ പറയുന്നിടത്തേക്ക് നീ വന്നേ പറ്റൂ. എടാ, ഇവള് ഞാൻ പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി ആക്ക്. ഞാൻ പിന്നാലെ വന്നോളാം. ശരിയടാ, കയറി തന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വണ്ടി കയറി അങ്ങ് പോവുക. ഈ സമയം റെസ്റ്റോറൻറ്റിലെത്തി. അനി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എടാ, എല്ലാവരും എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക, നിൻ്റെ വലിയമ്മയും എല്ലാവരും. അങ്ങനെയുള്ളപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്താൽ അവർക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ലടാ. നിന്നെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരെല്ലാം എന്നെ ഏൽപ്പിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്തായാലും നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. നിൻ്റെ ഭാര്യയെ നീ സ്നേഹിക്കണം. അവളെ നീ വെറുക്കുന്നതാണ് അവളുടെ സങ്കടം. അവളെൻ്റെ ഭാര്യയല്ല നന്ദു. ഒരിക്കലും അവളെ എൻ്റെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. അവളെ ഞാൻ അങ്ങനെ കാണണമെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ഒരിത്തിരി സ്നേഹമെങ്കിലും എനിക്ക് കിട്ടണം. അതെനിക്ക് കിട്ടിയിട്ടില്ല നന്ദു എന്നും അനി അത് കേട്ടതും, എടാ, എന്ത് സ്നേഹമാണ് അവൾ തരേണ്ടത്? നീ കൊടുത്താലല്ലേ തിരിച്ചു തരാൻ പറ്റൂ. ഇല്ല നന്ദു, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ സ്നേഹം മനസ്സിൻ്റെ ഉള്ളിലാണ്. അത് കൊടുത്താൽ തിരിച്ചു കൊടുക്കേണ്ടതല്ല. അത് പ്രകടിപ്പിക്കുമായിരുന്നു അവൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നന്ദു. ഈ സമയം നന്ദു ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ അനി, നിനക്കറിയോ, ഞാൻ അവളെ പല സാഹചര്യത്തിലും കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ട്. അനി, അങ്ങനെ പറയരുത്. പെൺകുട്ടികൾ ആൺപിള്ളേരുടെ ഒപ്പം നടന്നാൽ അത് തെറ്റായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്തുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ കൂട്ട് മുഴുവനും ആൺകുട്ടികളാണ്. അപ്പോൾ നീ എന്നെ സംശയിക്കുമല്ലോ? ഇല്ല നന്ദു, ഒരിക്കലുമില്ല. നീ നടക്കുന്നതും അവളുടെ നടപ്പും വേറെ തന്നെയാണ്. അവൾക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ അവൾ എന്നെ അടക്കി പിടിക്കാൻ ശ്രമിച്ചതന്നെയായിരുന്നു. അവൾ എന്നെ സ്നേഹിച്ചായിരുന്നായിരുന്നു. പക്ഷെ ഇവിടെ അവൾക്ക് അനന്തപുരിയിലെ മരുമകളെന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞ് നടക്കണം. അതല്ലാതെ മറ്റൊരു ചിന്തയും ഇല്ല. അവൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ എൻ്റെ മനസ്സൊന്ന് മതറിപ്പോയാന്നെ, എൻ്റെ മനസ്സും നിന്നെ വിട്ട് മാറിപ്പോയാന്നെ. എന്നാൽ അവൾ എന്നെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നും ഉടക്കും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കി എൻ്റെ സമാധാനം കെടുത്തുക എന്നുള്ളതാണ് അവളുടെ ഏക ലക്ഷ്യം. അങ്ങനെയുള്ള അവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ?
അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല നന്ദു. ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് അവളെ എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് സത്യം നന്ദു. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നീ അല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അനിക്ക് അടുത്ത തീരുമാനം എടുക്കുക. ഇത് കേട്ടതും അനി നമുക്ക് പോകാം, സമയമായി. എനിക്കവിടെ പോകണം, സമയമായിട്ടില്ല, ഇനിയും ഉണ്ട് സമയം, 10 മിനിറ്റ് കൂടെ ഇരുന്നിട്ട് പോവാം. ഇല്ല നീ ഇങ്ങനെ വാശി പിടിക്കരുത്, എനിക്ക് പോയേ പറ്റൂ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, നിന്നെ 15 മിനിറ്റ് മുമ്പ് ഞാൻ കൊണ്ടാക്കാം, എന്താ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി വാശി പിടിക്കുക. ഇത് കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നന്ദു. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.